ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സുകളാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രാപഞ്ചിക നിയമത്തെ പറ്റി നമുക്കൊക്കെ അറിയാം. എത്ര പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്? നമ്മുടെ ചുറ്റിലുള്ള ആർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു ബോധമുണ്ട്? നമുക്കറിയാം, ഇതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതം നല്ല ഈസി ആയിട്ട് പോകാൻ സാധിക്കും. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ലഭിക്കുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് ലഭിച്ചു? പല പല വീഡിയോസ് കണ്ടിട്ടും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടും പിന്നെ അതിൽ ബുക്സുകൾ വായിച്ചിട്ടും ഒക്കെ കിട്ടിയ അറിവുകൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഇതിനൊരു പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ദിവസം നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യും, നമുക്കൊരു മടി വരാനുണ്ട്. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ ആ ഒരു ലെവലിൽ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഒരു മടി നമ്മെ ബാധിക്കുന്നത്. മടി വരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയും വീണ്ടും ആ പഴയ ഒരു ചിന്തയിലേക്ക് തന്നെ നമ്മുടെ മൈൻഡ് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പല പല ടെക്നിക്കുകളും ടൂളുകളും ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്. അതിനേക്കാൾ ഉപരി നാം അറിയേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നതെന്ന് കരുതി നമ്മുടെ ലൈഫിൽ നെഗറ്റീവ്, അതായത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളില്ല നമുക്ക് ഒരാൾക്കും ഉറപ്പ് തരാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ആ സമയത്തും നമ്മൾ കരയുകയല്ല വേണ്ടത്. അതായത് കൂടുതൽ കൂടുതൽ കരയുക എന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ണിന്ന് കണ്ണുനീര് വരും. പക്ഷെ കൂടുതൽ നമ്മൾ കരയുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഉപബോധ മനസ്സ് ഇതുപോലെയാണ്. അതായത് അതൊന്നും അറിയില്ല, എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, ഇത് എനിക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ മനസ്സിലില്ല. അതെന്തും സ്വീകരിക്കും. അപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച് വീണ്ടും അതുപോലുള്ള സാഹചര്യങ്ങൾ ലൈഫിലേക്ക് വരും. കുറച്ച് നേരം ഒന്ന് നമുക്കതിലൊന്ന് സങ്കടപ്പെട്ട് ഇരുന്നാലും ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ താങ്ക് യു പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആ വിഷമം വരുന്ന ഒരു സാഹചര്യത്തിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മൾ താങ്ക് യു എന്ന് പറയുമ്പോൾ അതിനൊരു പവർഫുൾ ഉണ്ട്. ഒരു ഹീലിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളറിയാതൊരു ഹീലിംഗ് നമുക്ക് അവിടെ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വീണ്ടും നമ്മൾ ആ ദിവസം തന്നെ ആ ഒരു വിഷമത്തെ നമ്മൾ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയണം. അത് കുറേ ആൾക്കാരോട് ഒരാളോട് പറഞ്ഞ് ഷെയർ ചെയ്ത് വേറെ ചില ആളോട്, അതൊക്കെ നമ്മൾ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ആവട്ടെ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരോ ആയിക്കോട്ടെ. അപ്പോൾ അവരോട് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളതിനെ ചെറുക്കുകയാണ് ചെയ്യുന്നത്. അത് ലോ ഓഫ് റെസിസ്റ്റൻസ്. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ് ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ചെറുക്കുന്ന സമയത്ത്, പ്രതിരോധിക്കുന്ന സമയത്ത്, അതിങ്ങനെ വേറൊരാളുടെ കാര്യമാണല്ലോ. ആ സിറ്റുവേഷനെ നമ്മളിങ്ങനെ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രശ്നം വീണ്ടും വളരുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ആ പ്രശ്നത്തിനൊരു അവസാനം ഉണ്ടാകുന്നില്ല. എന്തെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്ത എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് സാധിക്കില്ല, പക്ഷെ സാധിക്കണം. നമ്മുടെ ചിന്ത എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഊർജ്ജമുണ്ട്. എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളേക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ അട്രാക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞത് ആ ഒരു വൈബ്രേഷൻ ലെവലിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് ഉയരണം, എന്നാൽ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതെന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഒരു നെഗറ്റീവ് സാഹചര്യം വരുമ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മെ വേദനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിലിങ്ങനെ വേദനിച്ച് അതന്നെ ഇങ്ങനെ ആലോചിച്ച് കുറേ പേരോട് അതിനെപ്പറ്റി പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ആ സമയത്ത് ആ ഒരു അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ തീരുമാനം അതായത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല.
ഇത് രണ്ടാളോട് ഷെയർ ചെയ്യാം. നമുക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളോട്, അതും പോസിറ്റീവായി എടുക്കുന്ന ഒരു വ്യക്തിയോട് മാത്രം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മളിത് ഷെയർ ചെയ്യുന്ന വ്യക്തി കൂടുതലും നമ്മോട് ഇതിനെപ്പറ്റി പ്രതിരോധിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഒന്നും കൂടെ അവിടെ ഒന്ന് ഉണരും, ശരിയല്ലേ എന്നുള്ളത്. അപ്പോഴെന്താണ്, വീണ്ടും ആ അവസ്ഥ കണ്ടീഷൻ ഭയങ്കര മോശമായി. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുക. അത് ആരായാലും, സ്വന്തം അമ്മയായാലും അച്ഛനായാലും സഹോദരനോ സഹോദരിയോ ആയാലും, നമ്മളൊരു പ്രോബ്ലം അവരോട് പറയുമ്പോൾ അതിനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ചില വ്യക്തികളുണ്ട്. കൂടുതൽ നമ്മളോട് ഇങ്ങനെ അതിനെപ്പറ്റി ഇലാബറേറ്റ് ചെയ്ത് പറയും. നമ്മളൊന്ന് ചിന്തിപ്പിച്ച് കളയും. അങ്ങനെ എന്നാലും ആരാതിങ്ങനെ ചെയ്യില്ലായിരുന്നു, എന്നാലും ആ സാഹചര്യം അങ്ങനെയല്ലേ. അപ്പോൾ ഇല്ലാത്ത ഒരു സങ്കടം കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരെ കഴിയുന്നതും നമ്മുടെ ഈ വിഷമ ഘട്ടങ്ങളിൽ ഷെയർ ചെയ്യാതിരിക്കുക. പകരം പോസിറ്റീവായി എടുക്കുന്ന വ്യക്തികളുണ്ടാവും. അതായത് എന്ത് നമ്മൾ പറഞ്ഞാലോ അതിനവരൊരു പോസിറ്റീവ് വശം കണ്ടെത്തി നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരും. അങ്ങനെയുള്ള വ്യക്തിയോട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കവിടെ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും, ശരിയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളൊന്ന് വിട്ടു നിർത്തുക. നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നവരോട് മാത്രം, അത് ഒരാളോട് ആയിരിക്കണം. അത് സൊല്യൂഷൻ കിട്ടുമെന്ന് ഉറപ്പ്, അവരുടെ ആശ്വാസവാക്കുകൾ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ വരുന്ന പോസിറ്റീവ് വാക്യങ്ങൾക്ക് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. അല്ലാതെ നമ്മളിതിങ്ങനെ പറയുന്ന സമയത്ത്, അതായത് നമ്മൾ ഇപ്പോൾ പ്രശ്നമുണ്ടായി അത് വേറൊരാൾ ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തി കുറച്ചും കൂടെ കൂട്ടി നമ്മളോട് അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഉപബോധ മനസ്സിലൊന്ന് ചിന്ത വരും. വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ, അതായത് ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണെങ്കിലും അഫർമേഷൻസ് ആണെങ്കിലും നമ്മൾ ഫീലിങ്സോട് വിഷ്വലൈസേഷൻ ചെയ്താലൊന്നും അതിനൊരു എളുപ്പത്തിലെത്താൻ കഴിയില്ല. കുറച്ചൊന്ന് ഡിലേ വരും. ഡിലേ എന്ന് പറഞ്ഞാൽ കുറച്ച് താമസം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്കൊരു മടുപ്പൊക്കെ വരും. എന്തൊക്കെ ടെക്നിക്കുകളും ടൂളുകളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി, എനിക്കൊരു മാറ്റം, ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് നമ്മുടെ നിലവിലെ സാമ്പത്തിക അവസ്ഥ കുറച്ച് മോശമാണെങ്കിൽ ആ ഒരു ചിന്ത എപ്പോഴും കൊണ്ട് നടക്കുക. അയ്യോ, ഞാൻ എന്തെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടോ എനിക്കൊരു മാറ്റം വരുന്നില്ലല്ലോ, വീണ്ടും പണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നമ്മളെന്തോ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബ്ലോക്ക് ഇടുന്നത് കൊണ്ടാണ് അതിൻ്റെ ആ ലഭ്യത കുറവ് വരുന്നത്, അവിടെ ഒരു പ്രശ്നം വരുന്നത്. ആ ബ്ലോക്ക് നീക്കാൻ നമ്മൾ തന്നെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കുക, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്തൊരു പ്രാക്ടീസ് ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അഫർമേഷനോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഫീലിങ്സ് വരുത്തി തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊന്നും അവിടെ ഒരു മാറ്റം വരും. പക്ഷേ നമ്മൾ ബ്ലോക്ക് ഇടുകയാണല്ലോ, ബ്ലോക്ക് ഇടുന്ന സമയത്ത് അതൊന്ന് ഡിലേ ആവും. അത്രയും സംഭവിക്കുന്നത്. അത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മൾ എപ്പോഴും അഫർമേഷൻ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് എന്തും മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട് മനുഷ്യന്. അപ്പോൾ ആ ഒരു കഴിവ് എനിക്കുണ്ട് എന്നുള്ളൊരു ബോധത്തോടു കൂടി ഇരിക്കണം നമ്മൾ. നമ്മുടെ ശരീരത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, നിനക്ക് ആ ഒരു ഇപ്പം ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, നിനക്ക് ആ ഒരു സീറ്റിലിരുന്ന്, അല്ലെങ്കിൽ നിനക്ക് അവിടെ ഇരുന്ന് ആ ഒരു ഉദ്യോഗസ്ഥനായി അവിടെ ഇരുന്ന് നിനക്ക് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണ്ടേ എന്ന് ബോഡിയോട് നമുക്ക് ചോദിക്കാം. ഫ്രീ വില്ലുണ്ട്, നമുക്ക് എന്തും ചോദിക്കാം. അപ്പോൾ ബോഡി യെസ്, എനിക്കത് കഴിയും, എനിക്കത് ഇഷ്ടമാണെങ്കിൽ നമുക്കതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങും. ഓക്കെ, ഇത് ചിന്ത വരുന്നത് നമ്മുടെ ഉപഭോഗത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഗോൾ ലിസ്റ്റ് ചെയ്ത് വെക്കും, ഗോളിൽ എഴുതി വെക്കും, എനിക്ക് ഇന്നതാകണം, അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് നിന്നൊരു വീട് വെക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് മൈൻഡിനെ കൊണ്ടുപോവുക. അതിന് പണമാണോ വേണ്ടത്, അപ്പോൾ എവിടെ നിന്ന് അത് ഒപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും, അതിലേക്കൊക്കെ മനസ്സിനെ കൊണ്ടുപോവുക. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ നമ്മൾ ചില കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ, മനസ്സിൻ്റെ ചില നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ നാം എന്ത് പ്രാക്ടീസ് ചെയ്തിട്ടും ഫലം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗോസിപ്പുകൾ, ഇപ്പം പല ന്യൂസുകളും നമ്മുടെ ഇടയിലുണ്ട്. പല ഗോസിപ്പ് ന്യൂസുകളും നമ്മൾ കേൾക്കാനിട വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ന്യൂസ് നമ്മൾ കേട്ടു, ശരി, ഒരാൾ നമ്മളോട് പറഞ്ഞു, അത് കേട്ട് കഴിഞ്ഞ് അത് വീണ്ടും നമുക്കറിയാനായി വീണ്ടും നമ്മൾ അത് എവിടെയാണുള്ളത് എന്ന് തപ്പി നടക്കും. ആ ന്യൂസ് ഒന്നും കൂടെ കേൾക്കുക. ഈ നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കുകയും അത് വീണ്ടും നമ്മൾ മനസ്സിലേക്ക് എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിൽ നമ്മളെ അത് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും.
സാഹചര്യങ്ങൾ വരിക എന്ന് പറയുന്നത് ഇപ്പം അതേപോലെ സിറ്റുവേഷൻ അല്ല, വേറെ രീതിയിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ എല്ലാം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. എനിക്കെന്ത് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ എനിക്കെന്തും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. അല്ല, എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് കാരണം നമുക്കൊരു പവറുണ്ട് എന്നുള്ളത്. അതായത് പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്, പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു പവർ ഉപയോഗിച്ച് നമുക്ക് എന്തും ആകർഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ എന്തുകൊണ്ട് പറ്റുന്നില്ല, ഈസി ആയിട്ട് നമുക്ക് പറ്റാത്തതിന് കാരണം ചില ചിന്തകളാണ്. ഇപ്പോൾ ഈസി ആയിട്ട് പറ്റുമെന്ന് വിശ്വാസമുള്ള ഒരാൾ എല്ലാ പ്രാക്ടീസുകളും ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ലോ ഓഫ് അട്രാക്ഷനിലെ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, പിന്നെ ഓരോ ടെക്നിക്കും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അവിടെ ഒരു സംശയം വരും, അയ്യോ ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ലേ, അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അതവിടെ ബ്ലോക്കായി പോകും. ബ്ലോക്ക് നമ്മൾ അറിയുന്നില്ല എങ്ങനെയാണ് ബ്ലോക്ക് വരുന്നതെന്ന്. ഇത് മൈന്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചെറിയൊരു സൂചീൻ്റെ മുകളിലൊരു നൂല് കോർക്കുന്നത് പോലെയാണത്. അത് കറക്റ്റ് അതിലേക്ക് എത്തിയില്ലെങ്കിൽ നൂല് അവിടെ വിട്ടുപോകും. അതുപോലെയാണ് ഈ ലോ അട്രാക്ഷൻ പ്രാക്ടീസും നമ്മുടെ ചിന്ത നമ്മെ ബാധിക്കുന്നതിൻ്റെയും ഭയങ്കര പവർ എന്ന് പറയുന്നത്. അതാണ് എപ്പോഴും ചിന്തയെ ശ്രദ്ധിക്കണം എന്ന് പറയുക. നമുക്ക് ചിന്തയെ എപ്പോഴും ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് വെച്ചാൽ അതും പറ്റില്ല. പക്ഷെ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും അല്ലേ, എന്തിനും ഏതിനും നന്ദി പറയാൻ പറ്റും. ഒരു സിറ്റുവേഷൻ മോശമായി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആ സമയത്ത് നമുക്ക് വരും. ഈ ഒരു മനോഭാവം ഒഴിവാക്കിയാൽ, അതായത് ഇപ്പോൾ സംശയം, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സംശയം, അതെനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കത് നേടാൻ കഴിയുമോ, ഇതിലൊക്കെ പറഞ്ഞ പോലെ വല്ലതും സംഭവിക്കുമോ, അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ചിന്തകളൊക്കെ അല്ലേ, അതൊക്കെ ഇതിനെ ബാധിക്കും. ഒരു കുഞ്ഞിനെപ്പോലെ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ ആയിരിക്കണം നാം എന്നാണ് പ്രപഞ്ചത്തിൻ്റെ അരികിൽ. ഓക്കെ, നമ്മളൊരു കുഞ്ഞെങ്ങനെയാണ്, ഒരു 5 വയസ്സിലൊരു കുഞ്ഞെങ്ങനെയാണ്, അതിനെന്ത് വിശ്വസിക്കും അല്ലേ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്ന് കരുതി ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കരുത്. ഒരാളെന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് ഇങ്ങനെയുണ്ടല്ലോ, ഞാൻ എന്ത് വിശ്വസിക്കുക, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ, അതായത് റീപ്രോഗ്രാമിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു കാര്യം എനിക്കിപ്പം ഉദാഹരണത്തിന് എനിക്ക് നല്ലൊരു വീടില്ല എന്ന് വിചാരിക്കാം. അപ്പം എനിക്ക് നല്ലൊരു വീട് ലഭിച്ചതിന് നന്ദി എന്ന് പറയുമ്പോൾ ആ ഉപബോധത്തിനെ ശരിക്കും ഞാൻ എന്താണ് പറ്റിക്കുകയാണ്. വീട് കിട്ടിയിട്ടില്ലല്ലോ, വീട് ലഭിച്ചതിന് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു 7 നില വീട്, പച്ച കളർ പെയിൻ്റൊക്കെ അടിച്ച അല്ലെങ്കിൽ റോസ് കളർ പെയിൻ്റൊക്കെ അടിച്ച നല്ലൊരു വീട് ഞാൻ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്ത് ഇങ്ങനെ പറയാം, ആ വീട് ലഭിച്ചതിന് നന്ദി എഴുതുകയും ഗോൾ ലിസ്റ്റ് ആക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഫീലോടുകൂടെ ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനൊരു സംശയം വരികയാണ്, ഇത് കിട്ടുമോ, പൈസയും ഇല്ല കയ്യിലാണെങ്കിൽ ഒരു 5 പൈസ ഇല്ല, പിന്നെ എങ്ങനെ ഈ വീടുണ്ടാക്കാൻ കഴിയും, അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അതവിടെ ബ്ലോക്കാവും. അതാണ് ഒരു സൂചിയിലൊരു നൂല് കോർക്കുന്നത് പോലെയാണിത്. കറക്റ്റ് ആ ഒരു പാത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നൂല് കോർത്ത് സൂചിയിൽ നിന്ന് എടുക്കാം. അതുപോലെയാണ് നമ്മുടെ ആ ഒരു വിശ്വാസം, അത് ലഭിക്കുമെന്ന വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. ക്ലിയറാണെന്ന് വിചാരിക്കുന്നു. അപ്പം അത് ലഭിക്കും, അത് എനിക്കുള്ളതാണ് എന്നുള്ളൊരു ബോധവും ബോധ്യവും നമുക്ക് വേണം. നമ്മുടെ മനസ്സിലെ കുറേ ബ്ലോക്കുകൾ അടിഞ്ഞു ഓടിക്കിടക്കുന്നത് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ പ്രാക്ടീസുകളൊക്കെ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. പവർഫുൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. അതിൻ്റെ ഫസ്റ്റ് പടിയൊക്കെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും അഫർമേഷൻ പറയലും ഒക്കെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ബ്ലോക്ക് നമ്മൾ അറിയാതെ നമ്മൾ കൊണ്ടിടുകയാണ്. നമ്മൾ പോലും അറിയാതെ ചില സിറ്റുവേഷൻസ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളതിൽ പ്രതികരിക്കാൻ നോക്കും, അത് കൂടുതൽ വഷളാവും, വീണ്ടും അവിടെ പ്രശ്നം വരും. നമ്മൾ അറിയുന്നില്ല നമ്മൾ ബ്ലോക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിൽ നിന്നൊക്കെ റിക്കവറിയായി നമ്മൾ വരികയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെപ്പോഴും നമ്മളെ ബോധത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. എന്താണ് ചിന്തിക്കേണ്ടത്? അനാവശ്യ ചിന്തകൾ നമ്മെ നശിപ്പിക്കും. അനാവശ്യമായി വെറുതെ പറയുന്ന വാക്കുകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളോടാണെങ്കിലും വലിയ ആൾക്കാരോടാണെങ്കിലും. ഇനിയിപ്പോൾ അഥവാ പറഞ്ഞു പോയി, ദേഷ്യം വന്നാൽ നമുക്ക് കണ്ണ് കാണില്ല, അപ്പം എന്തെങ്കിലും പറഞ്ഞു പോയി എങ്കിൽ അത് അന്നേരം ക്യാൻസൽ അടിക്കുക, ക്യാൻസൽ എന്ന് പറയുക. എന്നിട്ടത് അന്നേരം തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതുക. അതായത് എന്താണോ
പറഞ്ഞത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, ഫീലിങ്സ് വരുത്തുക. ഇത്ര മാത്രം ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അങ്ങോട്ട് പ്രശ്നം വരില്ല, അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ അറിയാതെ പറഞ്ഞു പോയ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ദേഷ്യമൊക്കെ കുറയ്ക്കുക. അറിയാതെ നമുക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? നമ്മുടെ കാര്യങ്ങൾ പെൻഡിങ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹിച്ച പോലെയുള്ള വന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ കിടക്കും. നാം അറിയാതെ കുഞ്ഞുങ്ങളെന്തെങ്കിലും കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും ആകുമ്പോഴോ അല്ലെങ്കിൽ കുടുംബത്തിനടുത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴോ ആരെങ്കിലും നമ്മളൊന്ന് പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യം അത് അവിടേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വൈബ്രേഷൻ ലെവൽ എപ്പോഴും നമ്മൾ ഉയർത്താൻ ശ്രദ്ധിക്കുക. പല മോട്ടിവേഷൻ വീഡിയോസ് ഇരുന്ന് കാണുക, അതിൽ പറയുന്ന വാക്കുകൾ എഴുതിയെടുക്കുക, നമ്മുടെ മനസ്സിലേക്ക് അതൊന്ന് ആഴ്ന്നിറക്കുക. എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, എവിടെയോ എനിക്കൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്, എനിക്ക് എവിടെയോ ഫോൾട്ട് പറ്റിയില്ല, അല്ലാതെ ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ആ ബ്ലോക്ക് നമ്മൾ തന്നെ മാറ്റുക. ചില പ്രശ്നങ്ങൾ വരുന്ന ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മളത് തുറന്ന് പറയുക, അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ്. അത് തുറന്ന് പറഞ്ഞ് അതവിടെ ഇങ്ങനെയാണ് എന്നുള്ളത് അതവിടെ സ്റ്റോപ്പ് ആക്കണം. അതിങ്ങനെ ആലോചിച്ച് മനസ്സിൽ കൊണ്ടു നടന്നുള്ള അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സബ് കോൺഷ്യസ് മൈൻഡ് അത് ഒപ്പിയെടുക്കുക, സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും നമ്മളത് ചിന്തിക്കുക. നമ്മുടെ മനസ്സിന് ആ ഒരു പവറുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായ അഫർമേഷൻസ് ഡെയിലി പറയാൻ ശ്രദ്ധിക്കുക. ജീവിതം സന്തോഷമാക്കുക, അടിപൊളിയാക്കുക. നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വെക്കുക. ഹാപ്പി ലൈഫ്, ഹാപ്പി ആൻഡ് മിറാക്കിൾ. താങ്ക് യു.